വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം കൊമേഴ്സ്യൽ വാണിജ്യ തലത്തിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഒട്ടേറെ വിമർശനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ വരുന്ന ഈ ഘട്ടത്തിലാണ് നമ്മൾ വീണ്ടും വിഴിഞ്ഞത്തെപ്പറ്റി പറയേണ്ടി വരുന്നത്. വിഴിഞ്ഞം ഒന്നാം ഘട്ടം 4 വർഷം കൊണ്ട് പൂർത്തിയാക്കി. ലോകത്തിൻ്റെ ചരിത്രം എടുത്താൽ, അല്ലെ തുറമുഖ നിർമ്മാണ ചരിത്രം പ്രത്യേകിച്ചെടുത്താൽ, അല്ലെ വലിയ പ്രോജക്റ്റുകൾ എടുത്താൽ, പല പ്രോജക്റ്റുകളും പല ഘട്ടങ്ങളിലായിട്ട് 5, 10, 15, 20, 25 വർഷങ്ങൾ കൊണ്ടൊക്കെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പ്രോജക്റ്റിൻ്റെ വലിപ്പവും അതിൻ്റെ നിക്ഷേപ ഇതൊക്കെ അനുസരിച്ച് സാധ്യതകളും. ഈ പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തുറമുഖങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. നമ്മുടെ വിഴിഞ്ഞമായാലും പഴയ മുസൂരിസ് ആയാലും കൊളംബോ ആയാലും ഈ പറയുന്ന ഷാങ്ഹായ് ആയാലും. ഇപ്പോൾ വിഴിഞ്ഞത്തെ പറ്റി പറയുമ്പോൾ പലരും എടുത്ത് കാണിക്കുന്ന ഒന്ന് ചൈനയിലെ ഷാങ്ഹായ് തുറമുഖമാണ്. ഈ തുറമുഖമെല്ലാം ചരിത്രപരമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും ഇവയൊക്കെ മോഡേൺ പോർട്ടുകൾ, ആധുനിക തുറമുഖങ്ങളായിട്ട് മാറിയത് കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പല ഘട്ടങ്ങളിലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതാണ്. വിഴിഞ്ഞവും അതേ രീതിയിലാണ് ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയാക്കിയത്. നമ്മളീ പറയുന്ന ഷാങ്ഹായ് ലോകത്ത് ഏറ്റവും അധികം തിരക്കുള്ള, ഏറ്റവും അധികം കയറ്റിറക്കുമതി, ചരക്കുകളുടെ കയറ്റിറക്കുമതി നടക്കുന്ന, ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ഷിപ്പുകൾ വരുന്ന, മദർ ഷിപ്പുകൾ വരുന്ന ഷാങ്ഹായ്, ചൈനയിലെ ഷാങ്ഹായ് തുറമുഖം പോലും എങ്ങനെയാണ് ഇപ്പോഴത്തെ മോഡേൺ തുറമുഖമായിട്ട് ഈ ഒരു നിലയിലേക്ക് വന്നത്? അത് കഴിഞ്ഞ ഒരു 20 വർഷത്തോളം ചരിത്രം അതിനുണ്ട്. മോഡേണൈസേഷൻ 4 ഘട്ടങ്ങളിലായിട്ട് ആധുനികവൽക്കരണം നടത്തി പുതിയൊരു പോർട്ടായിട്ടാണ് ഷാങ്ഹായ് വന്നിട്ട് ഇപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച കണ്ടെയ്നർ തുറമുഖമായിട്ട് മാറിയത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ വിഴിഞ്ഞത്തെ താരതമ്യം ചെയ്യേണ്ടത്. വിഴിഞ്ഞം ഷാങ്ഹായുമായി നോക്കുമ്പോൾ ഷാങ്ഹായിയേക്കാൾ ചെറിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് നമ്മൾ കാണുന്നെങ്കിലും. അപ്പോൾ ഒന്നാം ഘട്ടം 800 മീറ്റർ ബെർത്ത് മാത്രമാക്കി ചുരുക്കി 2 മദർഷിപ്പുകൾക്ക് വരാൻ പറ്റില്ല, ഒരു ഷിപ്പിന് മാത്രമേ മദർഷിപ്പിനെ വരാൻ പറ്റൂ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ ലോകത്തെല്ലായിടത്തും നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം 2000 മുതലാണ് ഷാങ്ഹായ് മോഡേണൈസേഷനായിട്ട് വന്നത്, ആധുനികവൽക്കരണം ഉണ്ടാക്കിയത്. നമുക്കറിയാം ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ യാങ്ഡീസ് നദി ഉത്ഭവിച്ച് കടലിൽ ഒഴുകുന്ന ആ കടൽ പതിക്കുന്ന അഴിമുഖത്തിലാണ് ഷാങ്ഹായ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നദി ഒഴുകി വന്ന് കടലിൽ ചേരുന്നിടത്തുണ്ടായിരിക്കുന്ന തുറമുഖം എന്ന് പറയുമ്പോൾ അവിടെ ഷാലോ വാട്ടർ, ആഴം കുറഞ്ഞ ജലനിരപ്പാണുള്ളത്, അടിത്തട്ട്. അപ്പോൾ വലിയ തുറമുഖം അവിടെ നിർമ്മിക്കാനാവില്ല. അതുകൊണ്ട് പരമ്പരാഗത തുറമുഖം വിട്ടിട്ട് കുറേ കടലിലേക്ക് ഇറങ്ങിയിട്ട് കടൽ നികത്തിയാണ് ഇന്നത്തെ ഷാങ്ഹായ് ആധുനിക പോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അതേസമയം വിഴിഞ്ഞം ഒരു ലഗൂൺ പോലെ അഴിമുഖമല്ല, നദി വന്നു ഒഴുകിച്ചേരുന്ന സ്ഥലമല്ല. ഒരു ലഗൂൺ പോലെ 20 കിലോമീറ്ററിലധികം 20 മീറ്ററിലധികം 24 മീറ്റർ വരെ ആഴമുള്ള പ്രകൃതിദത്തമായ തുറമുഖമായിട്ട് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് വിഴിഞ്ഞത്ത് ഡ്രഡ്ജിങ്, ചെളി നീക്കേണ്ട കാര്യങ്ങൾ വരാതെ മദർഷിപ്പുകൾക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങളെ സമീപിക്കാൻ. ഇപ്പോൾ 2000-ലാണ് ഷാങ്ഹായ് പോർട്ടിൻ്റെ നിർമ്മാണം, ആധുനിക പോർട്ടിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത്. 4 ഘട്ടങ്ങളായിട്ട് 2019-ലാണ് അത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ 2000 തുടങ്ങിയിട്ട് 2006-ൽ 2 ഫേസ് തീർന്നപ്പോൾ തന്നെ അവിടുത്തെ ബെർത്തുകളുടെ എണ്ണം 9 ആയിരുന്നു. 3 കിലോമീറ്റർ ദൂരത്തിൽ, അതായത് 3000 മീറ്റർ ദൂരത്തിൽ 9 ബെർത്തുകൾ. ഈ 9 ബെർത്ത് തുടങ്ങുമ്പോൾ 9 മദർഷിപ്പ് അവിടെ വരുമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ വിഴിഞ്ഞത്തെ പറ്റി പറയുന്നല്ലോ പലരും. 400 മീറ്റർ നീളം കൂട്ടിയാൽ 9×4 എത്രയായി? 3 കിലോമീറ്ററിലധികം ദൂരം അവിടെ വേണം 9 മദർഷിപ്പ് വരാൻ. അപ്പോൾ ഫേസ് 2-ൽ ഷാങ്ഹായ് 9 ബെർത്തുമായി 3 കിലോമീറ്റർ ദൂരത്തിൽ ബെർത്ത് നിർമ്മിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം മദർഷിപ്പുകളും അതേപോലെ ഫീഡർ ഷിപ്പുകളും വന്നു പോകാവുന്ന ബെർത്തായിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിഴിഞ്ഞത്തും ആദ്യഘട്ടത്തിൽ ഒരു ബെർത്ത് 800 മീറ്റർ വരെ ഒരു മദർ ഷിപ്പിന്, പിന്നെ ഫീഡർ ഷിപ്പുകൾക്ക് വന്നു പോകാവുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു.
പല പോർട്ടുകളും അങ്ങനെയാണ് നിർമ്മിച്ചു വന്നിട്ടുള്ളത്. പിന്നെ 3ഉം 4ഉം സ്റ്റേജിൽ 2010 മുതൽ ഇങ്ങോട്ട് 2017-19 വരെ 3-4 സ്റ്റേജിലാണ് ഇന്നത്തെ നിലയിൽ പ്രതിവർഷം 4 ദശലക്ഷം TEU കൈകാര്യം ചെയ്യുന്ന തുറമുഖമായിട്ട് ഷാങ്ഹായി മാറിയത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളിപ്പോൾ ഇവിടുന്ന് വിഴിഞ്ഞത്തിൻ്റെ അവിടെ നിന്ന് റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റിയെ പറ്റി പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. അത് എത്രയും വേഗം ഉണ്ടാവണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതോടൊപ്പം റെയിൽ കണക്ടിവിറ്റി ഇല്ലാത്ത തുറമുഖമാണ് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമായ ഷാങ്ഹായി എന്ന് നമ്മൾ ആലോചിക്കണം. എത്ര പേര് അത് ആലോചിച്ചിട്ടുണ്ട്? അതായത് തുറമുഖത്തിൽ നിന്ന് 32.5 കിലോമീറ്റർ കടൽ പാതയിലൂടെ, റോഡ് മാർഗം, കടൽ പാലത്തിലൂടെ പോയിട്ട് വേണം ചൈനയുടെ മെയിൻ ലാൻഡിൽ കരയിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് ചരക്കുകൾ കണ്ടെയ്നറിൽ എത്തിക്കേണ്ടത്. റെയിൽ കണക്ടിവിറ്റി ഷാങ്ഹായിക്കില്ല. ലോകത്തെ ഏറ്റവും വലിയ കടൽപ്പാലത്തിലൂടെയാണ്, അത് ചൈനയിലെ ഈ പറയുന്ന 32.5 കിലോമീറ്റർ ദൂരമുള്ള ഡോങ്ഹായ് കടൽപ്പാലമാണ് കരയിലേക്കുള്ള മെയിൻ ഗതാഗത സംവിധാനം. കണ്ടെയ്നർ ലോറികളിൽ കയറ്റിയാണ് പോകുന്നത്. അപ്പോൾ ആ റോഡാണ് ഉപയോഗപ്പെടുന്നത് അവിടെ. അല്ലാതെ റെയിൽ കണക്ടിവിറ്റി ഇല്ല. റോഡ് കണക്ടിവിറ്റി മാത്രമാണ് ഷാങ്ഹായി പോർട്ടിനുള്ളത് എന്നുകൂടി നമ്മൾ ഓർക്കുക. ഇനി ഇവിടുത്തെ കാര്യം, വിഴിഞ്ഞത്തെ കണക്ടിവിറ്റി, ഇപ്പോൾ റോഡ് കണക്ടിവിറ്റി ദേശീയപാത 66 ചേരാനുള്ളതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കരാറുകാരൻ രാത്രിയും പകലും അതിൻ്റെ പണികൾ നടത്തുന്നു. 3 മാസത്തിനകം റോഡ് ഗതാഗതം ഓപ്പൺ ചെയ്യും, യാഥാർത്ഥ്യമാവും. വിഴിഞ്ഞത്തു നിന്ന് കണ്ടെയ്നർ ലോറികൾ റോഡ് മാർഗം ദേശീയപാതയിലെത്തും. അപ്പോൾ അതിൻ്റെ പണികൾ തീരാൻ ഇനിയും അധികം നാളുകൾ വേണ്ട. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേന്ദ്രമാണല്ലോ അനുമതി തന്നു റോഡ് നിർമ്മിക്കാൻ. അപ്രോച്ച് റോഡ് പോലെ ദേശീയപാത കണക്ട് ചെയ്യാൻ 4 വരിപ്പാത നിർമ്മിക്കാൻ അനുമതി തന്നു. പക്ഷേ അത് പ്രകാരം പണി നടക്കുന്നു. ഈ ദേശീയപാതയിൽ ചേരുന്നിടത്ത് ഇപ്പോഴത്തെ നിലുള്ള ജംഗ്ഷൻ മുക്കോല, അവിടെ ഈ പറയുന്ന ക്ലോവർ ലീഫ് മാതൃകയിൽ 4 വളയങ്ങളുള്ള ജംഗ്ഷൻ ഉണ്ടാക്കണം. അത് വലിയ ജോലിയാണ്. അതിന് ഇപ്പോഴത്തെ മീഡിയൻ പൊളിച്ചു കളയണം. ഇപ്പം താൽക്കാലികമായിട്ട് കണ്ടെയ്നർ ലോറികൾ പോകണമെങ്കിൽ ഇപ്പോഴത്തെ മീഡിയൻ പൊളിച്ചിട്ട് യു-ടേണും കേട്ട് അവിടെ നവീകരിച്ചേ പറ്റുള്ളൂ. അതിനുള്ള അനുമതി പോലും ഇതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകിയിട്ടില്ല. പിന്നെയാണ് ഇനി 4 വളയ ജംഗ്ഷൻ ഉണ്ടാക്കുന്നതിന് അനുമതി കിട്ടണം. അപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞാൽ കേരളം മാത്രമല്ല, കേന്ദ്ര സർക്കാരും അദാനിയും എല്ലാം കൂടെ ചേർന്ന ഒരു രീതിയിൽ മാത്രമേ അതിൻ്റെ പണികൾ യഥാസമയം അതിൻ്റെ സമയപ്പട്ടികയനുസരിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. ഇതാണ് റോഡിൻ്റെ സ്ഥിതി. 3 മാസം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അതൊരു വലിയ കാലയളവൊന്നുമല്ല. 5 മാസം എന്ന് പറഞ്ഞാണ് ഇപ്പം 3 മാസത്തിനുള്ളിൽ തന്നെ തീർക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ റെയിൽ കണക്ടിവിറ്റി ഭൂഗർഭ റെയിൽവേ യാഥാർത്ഥ്യമാണെങ്കിൽ 3 വർഷം എടുക്കും. കൊങ്കൺ റെയിൽവേ ചെയ്യുന്ന പണികൾ തീർക്കാൻ 3 വർഷം വേണം. മിനിമം 3 വർഷം കൊണ്ടേ റെയിൽ തീരുള്ളൂ. 10.7 കിലോമീറ്റർ ദൂരം വരുന്ന വിഴിഞ്ഞം ടു പാൽരാമപുരം റെയിൽ ഭൂഗർഭ പാത തീരാൻ 3 വർഷം എടുക്കും. പിന്നെന്താ മാർഗം? താൽക്കാലിക റെയിൽ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാതയിലേക്കുള്ള അപ്രോച്ച് വഴി തന്നെ കണ്ടെയ്നറിൽ സാധനങ്ങൾ എത്തിച്ചിട്ട് ബാലരാമപുരത്തോ നേമത്തോ റെയിൽവേയുടെ അനുമതിയോടെ കണ്ടെയ്നർ താൽക്കാലിക ടെർമിനൽ ഉണ്ടാക്കിയിട്ട് മാത്രമേ ചരക്ക് നീക്കം നടക്കൂ. അതിന് റെയിൽവേയുടെ അനുമതി ഉണ്ടാവണം. ഇതിനൊക്കെ സംസ്ഥാന സർക്കാർ ചീഫ് സെക്രട്ടറിയൊക്കെ കത്തെഴുതി കാത്തിരിക്കുകയാണ്. കേന്ദ്ര റെയിൽവേയും കേന്ദ്ര നാഷണൽ ഹൈവേ അതോറിറ്റിയുമാണ് ഇതിൻ്റെ അന്തിമ അനുമതി, ഗ്രീൻ സിഗ്നൽ, പച്ചക്കൊടി കേരളത്തിന് തരേണ്ടത്. ഇതാണ് റെയിൽ ആൻഡ് റോഡ് കണക്ടിവിറ്റിയുടെ അവസ്ഥ. ഇതാണ്. അപ്പോൾ ഇതെല്ലാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വിഴിഞ്ഞത്തെ നമുക്ക് മറ്റ് ലോകത്തെ തുറമുകളോട് കിടപിടിക്കുന്നത്ര രീതിയിൽ നമുക്ക് മത്സരിച്ച് മുന്നേറാൻ കൂടെ എത്താൻ പറ്റും. അതായത് നമ്മുടെ ശേഷി നമുക്കൊരു നേരത്തെ ഓൺ പാർ വിത്ത് ഷാങ്ഹായ് എന്ന് ദിവ്യ എസ് അയ്യർ പറഞ്ഞതിനെ കളിയാക്കിയവരാണ് നമ്മൾ ചില മാധ്യമങ്ങളിലൂടെ. അപ്പോൾ ഓൺ എ പാർ വിത്ത് അല്ലെങ്കിൽ അറ്റ് പാർ വിത്ത് ഷാങ്ഹായിലേക്ക് എത്താനുള്ള പടികൾ നമ്മൾ ഓരോന്നൊക്കെ കയറി മുന്നോട്ട് പോകണം. കാരണം ഇതിപ്പോൾ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന വലിയ തുറമുഖങ്ങൾ 4 തുറമുഖങ്ങളിൽ ഒന്നാണ് പിന്നെ ഷാങ്ഹായി, മറ്റൊന്ന് റോട്ടർഡാം, പിന്നെ സിംഗപ്പൂർ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള 4-5 തുറമുഖങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന തുറമുഖങ്ങൾ.
അല്ലെ ആദ്യ 10 തുറമുഖങ്ങളുടെ പട്ടികയിലേക്കെങ്കിലും നമ്മുടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ 2028 4 ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക, ശ്രമിക്കുക. അല്ലാതെ വിമർശനം മാത്രമായി കഴിഞ്ഞാൽ അത് പുരോഗതിയുടെ ലക്ഷണമാണോ എന്ന് നമ്മൾ ആലോചിക്കണം. ലോകത്ത് കടൽനിരപ്പിനും താഴെ, കടലിൻ്റെ ഉപരിതല നിരപ്പിനും താഴെ ലോകത്ത് ജനങ്ങൾ വസിക്കുന്ന, ജനവാസമുള്ള 2 സ്ഥലങ്ങളേ ഉള്ളൂ. അതൊന്നും നെതർലൻഡാണ്, അല്ലെങ്കിൽ ഹോളണ്ട് എന്ന് പറയുന്ന നെതർലൻഡ്. ആ നെതർലൻഡിലാണ് റോട്ടർഡാം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് കുട്ടനാടാണ്. ലോകത്ത് കടൽനിരപ്പിനും താഴെ ജനവാസമുള്ള മറ്റൊരു പ്രദേശം ഈ ഭൂമിയിൽ കുട്ടനാട് മാത്രമേ ഉള്ളൂ. കുട്ടനാട് പണ്ടൊരു ഭൂകമ്പത്തിൽ 500 കൊല്ലം മുമ്പ് സുനാമിയിൽ കടലിൽ നിന്ന് പൊങ്ങി വന്ന സ്ഥലമാണ് കുട്ടനാട്. പക്ഷെ കുട്ടനാടിൻ്റെ ഉയരം എന്ന് പറയുന്ന കടൽ നിരപ്പിനേക്കാൾ താഴെയാണ്. അപ്പോൾ ഒരു ചരിവ് പോലെ, ഒരു ഉരുളി പോലെ കുട്ടനാടിരിക്കുന്നത്. ആ ഒരു ചരിവ് പോലെ, ഉരുളി പോലെയാണ് നെതർലാൻഡിലെ ഹോളണ്ട് ഇരിക്കുന്നത്. അതിർത്തി വശങ്ങൾ ഉയർന്നും നടുക്ക് ഭൂമി താണുമാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇത്തരം ഒരു ഭൂപ്രകൃതി ഉണ്ട്. വിഴിഞ്ഞം നമ്മുടെ ഏറ്റവും ഒരു ഭാവി പ്രതീക്ഷയാണ് കേരളത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് വിമർശനങ്ങൾ ആർക്കുമാകാം, വിമർശിക്കാം. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ആക്ഷേപിക്കൽ പാടില്ല. സൃഷ്ടിപരമായ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം നമ്മൾ സ്വാഗതം ചെയ്യണം. പോരായ്മയുണ്ട് ചൂണ്ടിക്കാണിക്കണം. ഇപ്പം 800 ബെർത്ത് മതി എന്ന് തീരുമാനിച്ചപ്പോൾ ഈ ഡിസൈനൊക്കെ എത്രയോ നാൾ മുമ്പ് വന്നതാണ്. ഡിസൈൻ അംഗീകരിച്ചിട്ടാണല്ലോ അദാനി ഗ്രൂപ്പ് തുറമുഖത്തിൻ്റെ തുടങ്ങിയത്, ബ്രേക്ക് വാട്ടർ നിർമ്മാണം തുടങ്ങിയത്, പുലിമുട്ട് ബെർത്തും. ഈ 4-5 വർഷം മുമ്പ് ഈ പ്രോജക്റ്റ് ലഭ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ അന്നൊന്നും ആരും ഇതൊന്നും വലിയ ചർച്ചയാക്കാതെ ഇപ്പോൾ ഇത് കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിൽ വാണിജ്യപരമായി തുറന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ 800 മീറ്റർ ബെർത്ത് പോരാ, 2 മദർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് അത് വിമർശനം സൃഷ്ടിപരമാണോ എന്നത് നമ്മൾ ആലോചിക്കും.